എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചു. അപ്പോൾ +1 അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് സീറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോ സ്കൂളിലും ഓരോ മാനേജ്മെൻറ്റ് കീഴിലും നിശ്ചിത വീതം സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ ഇന്നലെ മുതൽ ആരംഭിച്ചു. ജൂൺ 10-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നിങ്ങളുടെ ഏത് മാനേജ്മെൻറ്റ് സ്കൂളാണ് ആ ഒരു സ്കൂളിൽ പോയിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ഗവൺമെൻറ് സ്കൂളിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടായിരിക്കുന്നതല്ല, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സീറ്റും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി സീറ്റിലേക്കുള്ള ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 10-ാം തീയതി വരെ നൽകാവുന്നതാണ്. ഈ ഒരു അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഈ ഒരു ജൂൺ 11-നും അതിനുശേഷം ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഈ ഒരു 12-ാം തീയതി വരെ, അതായത് ഈ ഒരു ജൂൺ 12-ാം തീയതി വരെയാണ് അതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുക. അതിനുശേഷം അതായത് 12-ാം തീയതി മുതലാണ് അതിൻ്റെ അഡ്മിഷൻ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ആരംഭിക്കുന്നത്, അത് വീണ്ടും ഈ ഒരു സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആദ്യ ഘട്ടത്തിലെ അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് സപ്ലിമെൻ്ററി അഡ്മിഷൻ ഉണ്ടാവും. അതിനുള്ള അപേക്ഷ വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഈ ഒരു 24-ാം തീയതി, അതായത് ജൂൺ 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് അതിൻ്റെയുള്ള അപേക്ഷ നിങ്ങൾ നൽകേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ ഒരു ജൂൺ 27-ാം തീയതിയും അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി ഈ ഒരു ജൂൺ 27-ാം തീയതിയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 1-ാം തീയതി വരെ അതിനുള്ളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതിനും ശേഷം ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് ബാക്കി വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് പൊതു മെറിറ്റ് സീറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതത് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ പോയിട്ട് അന്വേഷിക്കേണ്ടതാണ്. എത്ര രൂപയാണ് ഈ ഒരു മാനേജ് സീറ്റിന് ഫീസാവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഏകദേശം ഒരു 30,000-ഓളം രൂപ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിൽ ആവാറുണ്ട്. ചില സ്കൂളിൽ നിന്ന് ഫീസൊന്നും വാങ്ങിക്കാതെ തന്നെ പ്രവേശന ഫീസ്, അതായത് അഡ്മിഷൻ ഫീസ് മാത്രം ഈടാക്കിയിട്ടും മാനേജ്മെൻറ്റ് സീറ്റ് നൽകാറുണ്ട് ചില സ്കൂളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടുമോ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇതിലേതാണോ താല്പര്യം, ആ ഒരു സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.